പ്രൊമോട്ടറായ നരേന്ദ്രമോദി പുരസ്കാരങ്ങൾ നൽകുന്നത് പിണറായി സർക്കാരിന് ഒരു നാണവുമില്ല. അതൊക്കെ വാങ്ങി അഭിമാനത്തോടെ പറയുന്നു, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഞങ്ങൾക്കാണ് 1ാം സ്ഥാനം. മുതലാളിക്ക് ബിസിനസ് നടത്താൻ ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനാണ് ഈ പുരസ്കാരം. എന്തൊക്കെയാണ് ഈ സൗകര്യങ്ങൾ? തൊഴിലാളികൾക്കെതിരെ എന്ത് ചെയ്താലും അവർ സമരം ചെയ്യില്ല എന്ന് ഉറപ്പാക്കി. KSRTCയിൽ ശമ്പളവും പെൻഷനും മുടങ്ങിയപ്പോൾ ഉണ്ടായ പ്രതിഷേധത്തെ ഇല്ലാതാക്കി. ദിവസക്കൂലിക്കാരെ നിയമിക്കാനായി K-Swift രൂപീകരിച്ചപ്പോഴും സമരം ഉണ്ടായില്ല. ജീവനക്കാരുടെ DA വർഷങ്ങളോളം പിടിച്ചുവെച്ചു. ലീവ് സറണ്ടർ ഇല്ലാതാക്കി. അങ്ങനെ തൊഴിൽ മേഖലയിൽ സമാധാനം സ്ഥാപിച്ചു. സംസ്ഥാനത്തെ വ്യവസായ സൗഹൃദപരമാക്കി. ഇതിനു പുറമെ മുതൽ മുടക്കാൻ വരുന്ന മുതലാളിമാരുടെ മുമ്പിലുള്ള വിഘ്നങ്ങളെല്ലാം മാറ്റിക്കൊടുത്തു. 38 വ്യത്യസ്ത നിയമവ്യവസ്ഥകളുടെ ലംഘനങ്ങൾ കുറ്റകൃത്യമല്ലാതാക്കി മാറ്റി. നിയമപരമായ സാമൂഹ്യ ബാധ്യതകളിൽ നിന്നെല്ലാം അവരെ ഒഴിവാക്കി. മൂലധന നിക്ഷേപമാണെങ്കിൽ നിയമലംഘനം എന്തുമാകാം. പാരിസ്ഥിതിക പ്രശ്നത്തെ അവഗണിച്ച് ദേശീയപാത പണിയാം. തീരദേശത്തും കാട്ടിനുള്ളിലും നിർമ്മാണം നടത്താം. തോട്ടപ്പള്ളിയിൽ ഖനനം നടത്താം. താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് നടത്തി മാലിന്യം തള്ളാം. അങ്ങനെ മുതലാളിമാരുടെ ബിസിനസ് കൊഴുപ്പിക്കുന്നതിൽ സർക്കാർ കാട്ടിയ മികവിനാണ് മോദിയുടെ പുരസ്കാരം.